ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ? 3 കമ്പോണൻസ് ആണ് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉള്ളത്. ഒരു മോഡേൺ പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്ത് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, രണ്ടാമത്തേത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മൂന്നാമത്തേത് ഔട്ട്പുട്ട് ഡിവൈസ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് കൺട്രോൾ യൂണിറ്റും ഉണ്ട്, അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻഫോർമേഷൻസുകൾ നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇൻഫോർമേഷൻസ് എത്തുന്നത് നമ്മൾ കാണുന്നതിലൂടെ, നമ്മളുടെ ചെവികളിലൂടെ, കേൾക്കുന്നതിലൂടെ, ഇങ്ങനെയാണ് ഇൻഫോർമേഷൻസ് എത്തുക. കമ്പ്യൂട്ടറിലേക്ക് ആ ഇൻഫോർമേഷൻസ് എത്തുന്നത് കീബോർഡിലൂടെ അല്ലെങ്കിൽ മൗസിലൂടെയാണ് അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എത്തുന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് റീഡ് ദ നെസസറി ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തേക്കുള്ള ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് ഡിവൈസസ്. അതാണ് ഒന്നാമത്തെ കമ്പോണൻറ്റ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസുകളും CPU ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് മെമ്മറി, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് CPUവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കാൽക്കുലേഷൻസുകൾ, കമ്പാരിസൺസ്, ഡാറ്റ പ്രോസസ്സിംഗ്, പലതരത്തിലുള്ള കാൽക്കുലേഷൻസുകൾ, പിന്നെ കമ്പാരിസൺസ്, പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് എന്നിവ നടത്തലും കൂടി ഏതിൻ്റെ ഫങ്ഷനാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഫങ്ഷനാണ്. ഒരു CPUക്കകത്ത് 3 മേജർ കമ്പോണൻ്റ് ഉണ്ട്. നെയിംലി പ്രൈമറി മെമ്മറി, പിന്നെ രണ്ടാമത്തേത് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് CPUക്കകത്ത് 3 കോമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ALU, പിന്നെ ഒന്ന് മെമ്മറി ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ആദ്യം നമ്മൾ എന്താണ് മെമ്മറി എന്ന് നോക്കാം. കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റകൾ, പ്രോഗ്രാമുകൾ, മറ്റ് റിസൾട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇടത്തിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ, ആൻഡ് ഓൾസോ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട്സ്, ഫൈനലായിട്ടുള്ള റിസൾട്ട്സുകൾ, മറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഫൈനൽ റിസൾട്ട് മീൻ ഇപ്പോൾ നമ്മൾ ഒരു കാൽക്കുലേഷൻസ് നടത്തുകയാണെങ്കിൽ ആ കാൽക്കുലേഷനിൽ നമ്മൾ 100 + 100 എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുന്ന ആദ്യം നമ്മൾ 100 എൻ്റർ ചെയ്യുമ്പോൾ, കീബോർഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? അത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. പിന്നീടാണ് പ്ലസ് ബട്ടൺ നമ്മൾ അമർത്തുന്നത്, പിന്നീടാണ് അടുത്ത ഒരു എമൗണ്ട് നമ്മൾ അമർത്തുന്നത്. അപ്പോൾ അതിനാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളും അത് അവസാനം ഫൈനൽ റിസൾട്ട്സുകൾ, ഇതൊരു കാൽക്കുലേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇടത്തെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിനെ നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ പെർമനൻ്റ്ലി ആയിക്കൊണ്ട് എന്ത് ചെയ്യില്ല? ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. അതുകൊണ്ടാണ് പെർമനൻ്റ് അല്ലാതെ ടെമ്പററി ആയിട്ട്
സ്റ്റോർ ചെയ്യുന്ന ഇടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി മെമ്മറിയാണ് കമ്പ്യൂട്ടറിലെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാംസുകളും ഡാറ്റാസുകളും ആദ്യം സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി മെമ്മറി, ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്റ്റോർ ചെയ്യുന്ന ഇടമാണ് പ്രൈമറി മെമ്മറി. അപ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേഷൻസ് പറഞ്ഞു അല്ലേ, കാൽക്കുലേഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ 100+100 എന്ന് പറഞ്ഞു. അപ്പോൾ 100 എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്, അത് ആദ്യം സ്റ്റോർ ചെയ്തേക്കണം അല്ലേ. പിന്നെ പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്, അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ എന്താണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത് എന്നും അവിടെ സ്റ്റോർ ചെയ്യണം. പിന്നീട് അടുത്തത് ഏതൊരു സംഖ്യയുമായിട്ടാണ് അത് ആ ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനൊരു ഇടം വേണം. അതിനെയാണ്, ആ ഒരു ഇടത്തെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പ്രൈമറി മെമ്മറി തന്നെ രണ്ടായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റാം ആൻഡ് റോം എന്ന് പറയുന്നത്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിനകത്തെ റാൻഡം ആക്സസ് മെമ്മറി യൂണിറ്റിനെയാണ് റാം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് ദ ഏരിയ ഇൻ എ കമ്പ്യൂട്ടർ വേർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് കറൻ്റ്ലി എന്ത് ഡാറ്റയാണ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇടമാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ അതുപോലെ അപ്ലിക്കേഷൻസ് പ്രോഗ്രാമുകൾ, പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ, ഇപ്പോൾ വേർഡ് ആയിക്കോട്ടെ, പവർ പോയിൻ്റ് ആയിക്കോട്ടെ, പിന്നെ എക്സൽ ആയിക്കോട്ടെ, നമ്മളുടെ ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമുകളുണ്ടാവും. പിന്നെ കറൻ്റ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസുകൾ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്താണ്, റാമിനകത്താണ് സൂക്ഷിക്കുന്നത്. എന്തിനാണ് റാമിനകത്ത് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ കമ്പ്യൂട്ടർ പ്രോസസ്സ്. വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടറിന് അതെന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാൻ കഴിയും, അതായത് അത് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റോം എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നുള്ളത്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്, വിച്ച് ക്യാൻ ഓൺലി ബി റീഡ് ആൻഡ് കണ്ടൻറ്റ് ഓഫ് വിച്ച് ആർ നോട്ട് ലോസ്റ്റ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. നമ്മളെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവില്ല, റോമിലെ മെമ്മറി നഷ്ടപ്പെടില്ല. പക്ഷേ വോളറ്റൈൽ മെമ്മറി, റാം മെമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആകുമ്പോൾ നഷ്ടപ്പെടും. പക്ഷേ റോമിനകത്ത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മെമ്മറി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ കമ്പ്യൂട്ടറിനകത്തെ ഡേറ്റ്, പിന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ടൈം, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇടമാണ് റോം എന്ന് പറയുന്നത്. അതാണ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നീട് കമ്പ്യൂട്ടർ ഓൺ ആകുന്ന സമയത്ത് എന്താണ്, ആ ഒരു കണ്ടൻറ്റ്, അതായത് ആ ടൈം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് വരും. പിന്നീട് റോമിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ആവണം എന്നുള്ള ഒരു അതിനാണ് ആ ഒരു ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി ഉണ്ട്. അത് സ്റ്റോർ ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും, റോമിനകത്തായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു സ്റ്റാർട്ട് ദ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ സ്റ്റാർട്ട് ചെയ്യുക, ഓണാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറിയുമായിട്ടുള്ള അഡീഷണൽ മെമ്മറിനെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹാർഡ് ഡിസ്കുകൾ, പിന്നെ
കോമ്പാക്റ്റ് CD, കോമ്പാക്റ്റ് ഡിസ്ക്, ഡിജിറ്റൽ DVD, ഇതിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് പ്രൈമറി മെമ്മറിൻ്റെക്കാൾ കൂടുതൽ അതുമായിട്ട് അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന മെമ്മറിനെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി CPUക്കകത്തെ മറ്റൊരു കൺട്രോൾ യൂണിറ്റാണ് ALU എന്ന് പറയുന്നത്, അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എല്ലാ അരിതമെറ്റിക് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസുകൾ, ലോജിക് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺസ്, ഓൾ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺ ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ്. അതായത് എന്തൊക്കെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള, നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷനാണോ കൊടുത്തിട്ടുള്ളത് ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള കാൽക്കുലേഷൻസുകളും കമ്പാരിസൺസും നടത്തുക എന്നുള്ളതാണ് ALUവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പെർഫോം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കൂട്ടലും കുറക്കലും സബ്ട്രാക്ഷനും ഡിവിഷനും, പിന്നെ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ഒന്നിനേക്കാൾ വലുതാണോ, ലെസ് ദാൻ ചെറുതാണോ, ആൻഡ് ഈക്വൽ ടു ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ALUവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റാണ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ ആ പേരിൽ തന്നെ നമുക്കറിയാം, കൺട്രോളിങ് ഓഫ് ഓൾ ഓപ്പറേഷൻ, എല്ലാ ഓപ്പറേഷൻസുകളും കൺട്രോൾ ചെയ്യുക. അതായത് ഇൻപുട്ട്, പിന്നെ പ്രോസസ്സിങ്, ഡാറ്റ പ്രോസസ്സിങ്, അതേപോലെ ആ ഇൻപുട്ട് കിട്ടിയതിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിച്ചു, ആരിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കണം, പിന്നെ ആ ഇൻപുട്ട് കൊണ്ട് എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ എന്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ കൺട്രോളിങ് ഓഫ് ഓൾ ഓപ്പറേഷൻ ലൈക്ക് ഇൻപുട്ട് പ്രോസസ്സിങ് ആൻഡ് ഔട്ട്പുട്ട് ആർ പെർഫോംഡ് ബൈ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇതിലെ ഓരോ ഓപ്പറേഷൻസും, കമ്പ്യൂട്ടറിനകത്ത് ഓരോ ഓപ്പറേഷൻസും നടക്കുന്നത്. ഇതിലെ കൺട്രോൾ യൂണിറ്റാണ് CPUക്കകത്ത് ഈ എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഇനി അതിലെ മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഷോ ദ റിസൾട്ട് ഓഫ് പ്രോസസ്ഡ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ, അപ്പോൾ അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസസുകൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം പ്രോസസ്സിങ്. ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ റിസൾട്ടിനെ ഒബ്റ്റെയിൻ ചെയ്യുകയും അത് യൂസറിലേക്ക് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഫങ്ഷന്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ, പിന്നെ ഡിസ്കുകൾ, CD, മാഗ്നറ്റിക് ടേപ്പുകൾ, ഡിസ്കുകൾ, ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് ഇതിനോടൊപ്പം അതിനകത്ത് എന്തുണ്ടാവും? ഹാർഡ്വെയർസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു മൊത്തത്തിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ